നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കൽപ്പന, നിർമ്മല, ശ്രുതി, രാജേന്ദ്ര, നിങ്ങൾക്ക് എവിടെ പോയി കിടക്കുക? വെറുതെ BP കൂട്ടല്ലേ? വണ്ടി വന്ന് കിടക്കുന്നു. നിങ്ങൾക്ക് എന്തെടുക്കാം? തലയ്ക്ക് ഇതെന്താ പറ്റിയെന്ന് ആർക്കറിയാം? ഫ്രണ്ട് മൊത്തം നോക്കി നോക്കി പുറകെ വരെ എത്തി. ഒരു ഈച്ച പോലും ഇല്ല. വണ്ടിയാണെങ്കിൽ എത്തി. ഫ്ലൈറ്റ് ഇപ്പൊ പോവുകയും ചെയ്യും. ഒരെണ്ണത്തിനെ പോലും ഇവിടെ കാണാനില്ല. അതിനിടയ്ക്ക് ഒളിച്ചു കളിക്കാൻ പോയിരിക്കണം. എല്ലാം എവിടെ പോയി? ആഹാ, എല്ലാം ഇവിടെ ഉണ്ടായിരുന്നോ? വെരി ഗുഡ്. അച്ഛാ, എയർപോർട്ടിൽ പോകാൻ സമയമായി. ഒരു ഉത്തരവാദിത്വം ഇല്ലേ? അതാടാ, എനിക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യത്തിൽ കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അതുപോലെ പിന്നെ എന്റെ മോനങ്ങ് വിദേശത്തേക്ക് പോവല്ലേ? അവനിവിടെ അടുത്ത് ചെന്നൈക്ക് ജോലിക്ക് പോയപ്പോഴേക്കും നീ ആകാശം മുട്ട കിടന്ന് ചാടുവല്ലായിരുന്നു. ഇപ്പൊ പോകുന്നത് സിംഗപ്പൂർക്കല്ലേ? പിന്നെ പറയണോ? മേലെയും താഴെ ഇല്ലാതെ തുള്ളുന്ന ഈ ഞാനോ അതോ നിങ്ങളോ? വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. അമ്മേ, അയ്യോ എന്താ അച്ഛാ, കുറച്ചു നേരങ്ങളൊന്നും മിണ്ടാതെ നിന്റെ അച്ഛനോട് നിർത്ത്. മോളെ ശ്രുതി, അച്ഛാ, ഇപ്പൊ നിന്റെ ചേട്ടൻ സിംഗപ്പൂർക്ക് പോവല്ലേ? അവൻ ആശംസകൾ നേരാൻ വേണ്ടി നീ എന്തെങ്കിലും പാട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ടോ മോളെ? അച്ഛാ, അതൊക്കെ സെറ്റ് ആയിട്ടിരിപ്പുണ്ട്. എൻ ചേട്ടൻ, അൽമച്ചേട്ടൻ സിംഗപ്പൂർ പോന്നേ, ചേട്ടന്റെ സ്നേഹം ഈ വീട് മുഴുവൻ, ചേട്ടന്റെ സ്നേഹം ഈ വീട് മുഴുവൻ തന്നിട്ട് പോവുന്നേ. നിർത്ത്. ഇതുപോലുള്ള അപശ്രുതികളൊന്നും ആ വായിന്ന് വരല്ലേന്ന് പറയാൻ വേണ്ടിയാണ് മോളെ വന്നത് ഞാൻ. മനസ്സിനകത്ത് പോലും നീ പാടിയേക്കരുത്. നോക്ക്, എയർപോർട്ട് പണിതോണ്ടിരുന്ന സമയത്ത് 99 പ്രാവശ്യം അങ്ങോട്ട് ഇടിഞ്ഞു വീണതാ. ഇനി നീയും കൂടെ പാടി അതൊന്നും കൂടി ഇടിഞ്ഞു വീണ് ആ ശാപം നമ്മുടെ കുടുംബത്തിന് വാങ്ങി വെക്കല്ലേന്നാ പറഞ്ഞേ. അയ്യോ ശരി അച്ഛാ, ഇപ്പൊ എയർപോർട്ടിലേക്ക് എങ്ങനെ പോവാ? കഷ്ടം കഷ്ടം കഷ്ടം. ആ വാതൊക്കെ വണ്ടി കിടക്കുന്നുണ്ടല്ലേ, അതിനകത്ത് കയറി അങ്ങ് പോകും. അല്ലാണ്ട് ഇവിടുന്ന് ഫ്ലൈറ്റിൽ കയറി അല്ല പോകുന്നത്. പോകങ്ങോട്ട്. നിങ്ങളെല്ലാം ആവശ്യമില്ലാത്ത കുറെ ലഗേജ് കൊടുത്തു. പോകങ്ങോട്ട്. ഫ്ലൈറ്റ് നമ്മുടെ സമയത്തിന് അവിടെ കാത്തുനിന്നും വരില്ല. എല്ലാം കൂടെ വണ്ടിയിലോട്ട് കയറി ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ആടി നടക്കാതെ ഒന്ന് പെട്ടെന്ന് വണ്ടി കയറാനായിട്ട് നോക്ക്. അയ്യോ അച്ഛാ, കഥക് പൂട്ടാതെയാണോ വരുന്നത്? അയ്യോ, അതിനേലും പ്രധാനപ്പെട്ട കാര്യം തുളസിയോട് പറയാൻ മറന്നുപോയെന്നുള്ളതാ. മോള് കയറി, ഞാൻ പറഞ്ഞിട്ട് വരാം. ഇപ്പോഴെങ്കിലും ഓർത്ത് നന്നായി. അത് പിന്നെ എന്റെ ടെൻഷനിൽ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയായിരുന്നു കേട്ടോ. ഇന്ന് നന്ദ സിംഗപ്പൂർക്ക് പോവാണല്ലോ. ഞങ്ങൾ പോയി അവനെ യാത്ര അയച്ചിട്ട് വന്നേക്കാം. നിങ്ങൾ ഇവിടെ ധൈര്യമായിട്ടിരുന്നു. നന്ദൻ പോവാണ് സിംഗപ്പൂര്. എന്താണ്? എനിക്ക് നിങ്ങൾ പറയുന്നത് മനസ്സിലാകുന്നില്ല. നന്ദയാ? അതെ ചേട്ടാ, ചേട്ടാ. നിർമ്മലേ, എത്ര നേരെ അച്ഛൻ അകത്തേക്ക് പോയിട്ടൊന്ന് പോയി നോക്കിട്ട് വാ. ശരി അമ്മ, ഞാൻ പോയി നോക്കി വേഗം. എന്തായി പറയുന്നത് മനസ്സിലാകുന്നില്ല. അച്ഛൻ ഇവിടെ എന്താ ചെയ്യുന്നത്? ലേറ്റ് ആയിക്കൊണ്ടിരിക്കുക. നീ ഒന്നും മിണ്ടായിരിക്കും. ഇങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇദ്ദേഹത്തിന് കൂടെ വരണമെന്ന് പറയുന്നത്. അപ്പൊ നിനക്ക് മനസ്സിലായോ? അതെ, നിങ്ങളുടെ ശരീരം അനങ്ങാൻ പറ്റാതിരിക്കുമല്ലേ? എന്തിനാ നിങ്ങൾ വെറുതെ കഷ്ടപ്പെടുന്നത്? ഞങ്ങൾ പോയി യാത്ര ആക്കിയിട്ട് വന്നേക്കാം. എന്താ മോളി പറയുന്നേ? അറിയേണ്ട കാര്യം നിനക്കോട്ട് അറിയത്തില്ല. അച്ഛാ വിട്ടേക്ക് അച്ഛാ, ഇദ്ദേഹം കൂടെ വരട്ടെ. ആഗ്രഹമല്ലേ? അതുമാത്രമല്ല, വീട്ടിൽ ആരും ഇല്ലാത്തപ്പോ ഇദ്ദേഹത്തിന് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വന്നാൽ നമ്മൾ എന്ത് നീ എന്തിനായിട്ട് വെറുതെ പേടിപ്പിക്കുന്നേ? എന്നാ ഇദ്ദേഹത്തെ കൂടെ കൊണ്ടുപോവാ. എനിക്ക് സൂക്ഷിച്ചു. എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ എന്റെ മോളോട് പറഞ്ഞാൽ മതി. നിങ്ങളുടെ ഭാഷ അവൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നു. മോളെ നീ ആ വാതിൽ പൂട്ട്. വഴിയാ, സൂക്ഷിച്ചിറങ്ങി. സൂക്ഷിച്ചു, പതുക്കെ പതുക്കെ മതി. ആ ഗേറ്റ് അടച്ചിട്ട് മോളെ. പതുക്കെ സൂക്ഷിച്ച് പോവാം. ആ വണ്ടിയെ ഫോളോ ചെയ്തേക്ക്.
അമ്മയാണല്ലോ വിളിക്കുന്നത്. അനാമികേ. അമ്മേ, എന്താ അമ്മേ, സുഖാണോ? അങ്ങനെ പോകുന്നു. ചിന്തിക്കാത്ത കാര്യങ്ങളാണല്ലോ ഇപ്പൊ ഈ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ? വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമില്ലെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. എന്നാ വീട്ടിലുള്ള സമാധാനം ഇപ്പൊ ആകെ ഇല്ലാതായിരിക്കുക. അനാമികെ, മോൾക്ക് വീട്ടിലേക്കൊന്ന് വന്നിട്ട് പോയിക്കൂടെ? എന്തിനാ അമ്മേ, എന്താ കാര്യം? മോളുടെ അച്ഛന് തീരെ സുഖമില്ല മോളെ. അമ്മ എന്തായി പറയുന്നേ? അതെ അനാമികെ, അന്ന് നീ ഇവിടെ വന്ന് വഴക്കുണ്ടായി പോയതിനു ശേഷം അച്ഛനാകെ തളർന്നു പോയി മോളെ. ശരിക്കും ഭക്ഷണം കഴിക്കുന്നില്ല, ഉറങ്ങുന്നില്ല. മൊത്തത്തില് അദ്ദേഹം ആകെ മാറിപ്പോയി. അതൊന്നും പുറത്ത് കാണിക്കുന്നില്ലെങ്കിലും ഉള്ളിൽ എന്തുമാത്രം വേദനിക്കുന്നുണ്ടെന്ന് എനിക്കേ അറിയൂ. നിന്റെ അച്ഛൻ ചെയ്തത് തെറ്റാണെങ്കിലും അദ്ദേഹത്തിന് നിന്നോടുള്ള സ്നേഹവും വാത്സല്യവും സത്യമാണ് മോളെ. അതിലൊരു കുറവും അദ്ദേഹം വരുത്തിയിട്ടില്ല. ഈ കുടുംബത്തിൽ അത്രമാത്രം കരുതലുള്ള ഒരാള് ഇന്ന് മനസമാധാനം ഇല്ലാതെ ഇരിക്കുന്നത് കാണുമ്പോ എനിക്ക് കാണാൻ കഴിയുന്നില്ല മോളെ. എനിക്ക് ഒരു സഹായം ചെയ്യാൻ പറ്റുമോ? എന്താ അമ്മേ? നീ നമ്മുടെ വീട്ടിൽ വന്ന് ഒരു 2 ദിവസം താമസിച്ചിട്ട് പോകാൻ പറ്റുമോ? നീ കൂടെയുണ്ടെങ്കിൽ അത് നിന്റെ അച്ഛന് വലിയ സമാധാനാവും മോളെ. ഞാൻ പറയേണ്ടത് പറഞ്ഞു. ഇനിയൊക്കെ നിന്റെ തീരുമാനമാണ് അനാമികെ. നന്ദ എന്തായാലും 6 മാസം ഇവിടെ ഉണ്ടാവില്ലല്ലോ. അച്ഛനാണെങ്കിൽ ഇങ്ങനൊരവസ്ഥയിലും. അപ്പൊ പിന്നെ ഞാനെന്തിനാ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നത്? എന്തായാലും വീട്ടിൽ ചെന്നിട്ട് അച്ഛൻ്റെ കൂടെ നിൽക്കുന്നതാ നല്ലത്. അനാമികെ, കേൾക്കുന്നുണ്ടമ്മേ? നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട മോളെ, നീ വരണ്ട. ഞാനിവിടെ ഉണ്ടല്ലോ. നിന്റെ അച്ഛനെ ഞാൻ നോക്കിക്കോളാം. വേണ്ടമ്മേ, ഞാൻ അങ്ങോട്ട് വരാം. നീ സത്യമാണോ പറയുന്നത്? സത്യമാണമ്മേ. എന്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കാതെ അച്ഛൻ ചെയ്തത് തെറ്റ് തന്നെയാ. പക്ഷേ ഒരു മോളെന്ന നിലയിൽ അച്ഛന്റെ അവസ്ഥ ഞാൻ മനസ്സിലാക്കിയില്ലെങ്കിൽ അതല്ലേ അമ്മ ഏറ്റവും വലിയ തെറ്റ്. അതുകൊണ്ട് ഇന്ന് തന്നെ ഞാൻ വീട്ടിലേക്ക് വരാം. ഒത്തിരി സന്തോഷമായി മോളെ. നീ വരുമെന്നറിഞ്ഞാൽ തന്നെ നിന്റെ അച്ഛൻ പഴയതുപോലെയാവും. ഒത്തിരി നന്ദി മോളെ. അമ്മേ, അമ്മയ്ക്കും മോൾക്കും ഇടയിൽ ഈ നന്ദി എന്നുള്ള വാക്ക് എന്തിനാ അമ്മ വെറുതെ പറയുന്നേ? അതമ്മ എന്നോട് ഇനി ഒരിക്കലും പറയാൻ പാടില്ലാത്തതാ. കഷ്ടപ്പെടുന്ന സമയത്ത് അച്ഛന്റെ അമ്മയുടെ കൂടെ നിൽക്കേണ്ടത് മക്കൾക്കൊരു ബാധ്യതയല്ലമ്മേ, അത് കടമയാ. ഞാൻ എന്തായാലും അങ്ങോട്ട് വന്ന് അച്ഛനെ ഒന്ന് കാണട്ടെ.